ഹായ് ഗായ്സ്, ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഉഴുന്ന് വെച്ചിട്ടുള്ള ഒരു ക്രീം പാക്കിൻ്റെ റെമഡിയാണ് കേട്ടോ. ഇത് നമ്മൾ ദിവസവും നമ്മുടെ മുഖത്തിൽ അപ്ലൈ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകളും പാടുകളും കരിമങ്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് നിങ്ങളുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആക്കി വെക്കാനായിട്ടുള്ള കഴിവ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെമഡിക്ക് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാം, ഫ്രിഡ്ജിൽ വെക്കേണ്ട യാതൊരു ആവശ്യം തന്നെ ഇല്ല. പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മളിത് മേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഉഴുന്നൊന്ന് നന്നായിട്ട് പൊടിച്ച് ഒരു ഫൈൻ പൗഡറാക്കി കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സി ബൗൾ എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം പാടില്ല. നമ്മളിത് പുറത്ത് വെക്കുന്ന രീതിക്കാണ് ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രീം പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒട്ടും തന്നെ നനവില്ലാത്തൊരു മിക്സി ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് 2 കൈപ്പിടി അളവോളം നമ്മൾ ഉഴുന്ന് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സി ബൗളിനകത്തിട്ട് അങ്ങ് നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ നല്ല ഫൈൻ പൗഡറൊന്നും ആയി കിട്ടത്തില്ല, ചെറിയ തരിതരിയായിട്ട് തന്നെ കിടക്കും. പക്ഷെ നമ്മളിത് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് മീൻസ് അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് നന്നായിട്ടങ്ങ് നമ്മൾ അരിച്ചു കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ചല്ലട ഉപയോഗിച്ചിട്ടൊന്ന് ചലിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡറായിട്ട് തന്നെ നമ്മൾ എടുക്കണം, കാരണം നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അതും നമ്മൾ ദിവസം അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തരിതരിയായിട്ടൊന്നും കിടക്കാൻ പാടില്ല, നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് നമ്മുടെ ഈ ഒരു ഉഴുന്നിൻ്റെ പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് തേനാണ് കേട്ടോ. തേൻ ഇതിനകത്തേക്ക് ഈ ഒരു കൂട്ട് മിക്സ് ആവാനായിട്ട് ആവശ്യമായിട്ടുള്ള തേൻ ഞാൻ കണക്കൊന്നും പറയുന്നില്ല. നമ്മളിപ്പോൾ എത്ര 2 കൈപ്പിടി അളവിനാണല്ലോ എടുത്തത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു കൂട്ട് നന്നായിട്ട് മിക്സ് ആവാനനുസരിച്ചിട്ട് തേൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്പമായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ നല്ല രീതിക്ക് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഇച്ചിരി അങ്ങ് കട്ടിയായിട്ടിരിക്കും കേട്ടോ. നമുക്കിതൊന്ന് ഫേസിൽ ശരിക്കും നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് വരാൻ പറ്റില്ല. നമുക്ക് ബോഡിയിലേക്ക് കയ്യിലൊക്കെ ആണെങ്കിൽ കാലിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഫേസിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു കാര്യം കൂടി ഓപ്ഷനായിട്ട് ചേർക്കുന്നുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ സാഫ്രോൺ ആലോവേറ ജെല്ലാണ് ചേർക്കുന്നത്. അത് 1 ടീസ്പൂൺ ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ അങ്ങ് കിട്ടും കേട്ടോ. നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ടും വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നമ്മൾ നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊണ്ടുവന്നിട്ട് ഇത്രേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു പാക്ക് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മുഖത്തും കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. മാക്സിമം നിങ്ങൾ ഈവനിങ് ടൈം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് രാത്രി കിടക്കുന്നതിന് 2-3 മണിക്കൂർ മുമ്പായിട്ടാണ് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഫേസിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്തിട്ട് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ തന്നെ വെക്കത്തുള്ളൂ കേട്ടോ. എന്നതിന് ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് അങ്ങ് കഴുകി കളയാറാണ് ചെയ്യുന്നത്. കഴുകിയതിന് ശേഷം ഒരു നൈറ്റ് ക്രീമും കൂടി അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ രീതിക്കാണ് ഞാൻ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. സൂപ്പർ റിസൾട്ടാണ്. ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടൊക്കെ നല്ല രീതിക്ക് ലൈറ്റൈൻ ചെയ്ത് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും, അതുപോലെ നമ്മൾ ഫസ്റ്റ് ഇട്ട ആ ഒരു യൂസിൽ തന്നെ സ്കിന്നൊന്ന് നല്ല രീതിക്ക് ബ്രൈറ്റൻ ആയിട്ടുള്ള ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് ചെറിയ രീതിക്ക് ഒരു മസാജൊക്കെ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫൈൻ പൗഡർ ആയിരിക്കണം നമ്മുടെ ഈ ഒരു ഉഴുന്ന് പൊടിച്ചിട്ടുള്ള പൗഡർ. തരിതരിയായിട്ടുള്ള കാര്യങ്ങളൊന്നും കിടക്കാൻ പാടില്ല. അതുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് ഡാമേജ് ചെയ്യും കേട്ടോ, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഫൈൻ പൗഡർ ആയിട്ടുള്ള രീതിക്ക് ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.